ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അപ്പോൾ നമ്മൾ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിനെ നോക്കുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 25,129 എന്ന് പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ കൃത്യമായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അപ്സൈഡിലോട്ട് ഒരു എൻട്രി പ്രിഫറബിൾ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ അന്നത്തെ ഡേയിൽ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ബെയറിഷ് ആണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, നിഫ്റ്റിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സാക്ട്ലി നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് 25,129 എന്ന് പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞില്ല. അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് ലെവലായിട്ടുള്ള 25,097 എന്ന് പറഞ്ഞ ലെവലിൽ മൾട്ടിപ്പിൾ ടൈംസിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു റിജക്ഷൻസ് കാണിക്കാനും അതേപോലെ ഒരു സപ്പോർട്ടായിട്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ടും ആ ഒരു ലെവല് നമുക്ക് റിയാക്ട് ചെയ്യുന്നതായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ എൻട്രി മോഡലിൻ്റെയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഞാൻ പറഞ്ഞ ലെവൽസിൽ മാർക്കറ്റ് എന്താണ് ചെയ്തത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നോക്കാം. കൃത്യമായിട്ടും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ 54,854 എന്ന് പറഞ്ഞ ലെവലായിരുന്നു. ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് കൃത്യമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, അപ്സൈഡിലോട്ടുള്ള ഒരു എൻട്രി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ ഞാൻ ഒരിക്കലും അപ്സൈഡിൽ ഇനിയുള്ള പറയാൻ പോകുന്ന ലെവൽസിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി അപ്സൈഡിലോട്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കണ്ട. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ടൈമിൽ ഞാൻ ഡൗൺ സൈഡിലോട്ട് എൻട്രി എടുക്കുന്നതിനേക്കാളും അപ്പ് സൈഡിലോട്ടൊരു എൻട്രി എടുക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ എല്ലാം തന്നെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫെർദർ ഞാൻ അപ്പ് സൈഡിലോട്ട് എൻട്രി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് മോർ ദാൻ ഡൗൺ സൈഡിലോട്ട് ഒരു എൻട്രിയേക്കാളും. അതേപോലെ തന്നെ നിഫ്റ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മാർക്കറ്റ് ഈ ഒരു ലെവലിൽ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇനി ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലോട്ടല്ലായിരിക്കും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. മോസ്റ്റ് ഓഫ് ദി ടൈംസ് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഡൗൺ സൈഡിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളിലോട്ടും പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് നിഫ്റ്റിയിലേക്ക് നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ലെവലായിട്ടുള്ളത് 25,062 എന്ന് പറഞ്ഞ ലെവലാണ്. നെക്സ്റ്റ് ലെവലായിട്ടുള്ളത് 25,097 എന്ന് പറഞ്ഞ ലെവൽ. അതിന് മുകളിൽ 25,155 എന്ന് പറഞ്ഞ ലെവലാണ്. നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 25,040, 25,015 എന്ന് പറഞ്ഞ ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവൽസിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് നാളെ ഈ ഒരു 25,062 മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിലോട്ട് എത്താനാണ്. ആ ഒരു ലെവലെന്ന് പറഞ്ഞാൽ 24,098 എന്ന് പറഞ്ഞ ലെവലാണ്. ഇനി മാർക്കറ്റിന് 25,098 എന്ന് പറഞ്ഞ ലെവലിനും കൂടി മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഫെർദർ മാർക്കറ്റ് 25,155 എന്ന് പറഞ്ഞ ലെവലിലോട്ട് നമുക്ക് എത്തുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി അഥവാ മാർക്കറ്റിന് ഈ ഒരു ലെവലിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലോട്ടും ഒക്കെ മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേ കാര്യം തന്നെയാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലും നോക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വളരെ 3 ലെവൽസ് മാത്രമേ നാളത്തേക്ക് നോക്കുന്നുള്ളൂ. ഫസ്റ്റ് ലെവലായിട്ടുള്ളത് 54,890 എന്ന് പറഞ്ഞ ലെവലും, ഡൗൺ സൈഡിലോട്ട് ഞാൻ നോക്കുന്നത് 54,824 എന്ന് പറഞ്ഞ ലെവലും, ഏറ്റവും മുകളിൽ ഞാൻ നോക്കുന്നത് 55,015 എന്ന് പറഞ്ഞ ലെവലുമാണ്. അണ്ടിൽ ആൻഡ് അൺലെസ് മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഫെർദർ അപ്സൈഡിലോട്ടുള്ള എൻട്രികൾ പ്രിഫർ ആവത്തുള്ളൂ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു നോ ട്രേഡ് സോണായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റിന് സപ്പോർട്ട് എടുക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. മാർക്കറ്റിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ സസ്റ്റെയിൻ ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫർദർ അപ്സൈഡിലോട്ട് എടുക്കും. മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ താഴെയാണെങ്കിൽ അന്നത്തെ ഡേയുടെ മൂവ്മെൻറ്റ് ഞാൻ ഡൗൺ സൈഡിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ സ്വിങ്സുകളും നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും ഇത്രയുമാണ് ഞാൻ നാളത്തേക്ക് നിഫ്റ്റിയിൽ നോക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.